പരിഷ്കരിച്ച ഉച്ചഭക്ഷണ മെനു പദ്ധതിക്കുള്ള സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കാത്തതിന്റെ അങ്കലാപ്പിലാണ് പ്രധാനാധ്യാപകർ. മെനു പരിഷ്കരണത്തിലൂടെ പ്രഥമ അധ്യാപകരെ വീണ്ടും കടക്കണിയിലേക്ക് തള്ളിയിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് അധ്യാപക സംഘടനകൾ പറയുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ മെനു പരിഷ്കരിച്ചുവെങ്കിലും സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കാത്തതിൽ അന്തം വിട്ടിരിക്കുകയാണ് പ്രധാനാധ്യാപകർ. പുതുക്കിയ നിരക്കനുസരിച്ച് പ്രൈമറി ക്ലാസുകളിൽ കുട്ടിയൊന്നിന് 6.78 രൂപയും UP ഹൈസ്കൂൾ ക്ലാസുകളിൽ 10.17 രൂപയുമാണ് ലഭിക്കുന്നത്. കുട്ടികളുടെ എണ്ണം അനുസരിച്ച് നിരക്കിൽ ചില വ്യതിയാനങ്ങളും വരാം. ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ അരി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മാവേലി സ്റ്റോറുകളിലൂടെ നൽകും. പാചകക്കൂലിയും സർക്കാർ നൽകും. പാചകവാതകം, പച്ചക്കറികൾ ഇവ എത്തിക്കാനുള്ള വാഹന ചെലവ് എല്ലാം കൂടിയാണ് ഒരു കുട്ടിക്ക് സർക്കാർ വിഹിതം നിശ്ചയിച്ചിരിക്കുന്നത്. മെനു പരിഷ്കരണത്തോടെ ചിലവേറും. ആഴ്ചയിൽ ഒരു ദിവസം ഫോർട്ടിഫൈഡ് അരി കൊണ്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി നൽകണമെന്നാണ് നിർദ്ദേശം. കൂടാതെ വെജിറ്റബിൾ ബിരിയാണി, ലെമൺ റൈസ് എന്നിവയും മെനുവിലുണ്ട്. ക്യാരറ്റ്, ചെറുധാന്യ പായസം തുടങ്ങിയവയും പട്ടികയിലുണ്ട്. നേരത്തെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ പാലും മുട്ടയും നൽകുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് നൽകിയിരുന്ന ഉച്ചക്കഞ്ഞിക്ക് പകരം ചോറാക്കി മാറ്റിയത്. കുട്ടികൾക്ക് മിനിമം 2 കറികൾ, ആഴ്ചയിൽ 2 ദിവസം പാൽ, ഒരു ദിവസം മുട്ട അല്ലെങ്കിൽ പഴം എന്നിവ നിർബന്ധമായും നൽകിയിരുന്നു. ഇതിനാവശ്യമായ പണം 2 ഗഡുക്കളായി സ്കൂൾ പ്രധാനാധ്യാപകന്റെ നിയന്ത്രണത്തിലുള്ള നൂൺ മീൽ അക്കൗണ്ടിലേക്ക് അഡ്വാൻസായി ജൂൺ, നവംബർ മാസങ്ങളിൽ നൽകിയിരുന്നു. യാതൊരു കടബാധ്യതയുമില്ലാതെ ചിലവാകുന്ന പണം അപ്പോൾ തന്നെ പ്രധാനാധ്യാപകന് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാനാവുന്ന സംവിധാനവും ഉണ്ടായിരുന്നു. തുടക്കത്തിൽ കമ്പോള നിലവാരത്തിനനുസരിച്ച് നൂൺ മീൽ കണ്ടിജൻസി തുക വർദ്ധിപ്പിച്ച് നൽകിയിരുന്നു. എന്നാൽ ക്രമേണ ഉച്ചഭക്ഷണ തുകയിൽ വർധനവ് സർക്കാർ ഒഴിവാക്കി. കേന്ദ്ര വിഹിതം വർദ്ധിപ്പിച്ചപ്പോഴും സംസ്ഥാനം അനങ്ങിയില്ല. ഏറെക്കാലത്തിന് ശേഷം കഴിഞ്ഞ വർഷമാണ് നാമമാത്രമായ വർധനവ് വരുത്തിയത്. ഇതാകട്ടെ അധ്യാപക സംഘടനകൾ ഹൈക്കോടതിയിൽ നൽകിയ കേസിൽ സർക്കാരിനെതിരെ പരാമർശമുണ്ടായ പശ്ചാത്തലത്തിലാണ്. വർദ്ധിപ്പിച്ച വിഹിതം ഇക്കൊല്ലമാണ് പ്രാബല്യത്തിലായത്. പ്രൈമറി ക്ലാസുകളിൽ കുട്ടിയൊന്നിന് 6.18 രൂപയായിരുന്നത് 60 പൈസ വർദ്ധിപ്പിച്ച് നൽകി. മുട്ടയ്ക്ക് 6 രൂപയും പാൽ ലിറ്ററിന് 52 രൂപയും വെച്ച് കണക്കാക്കി കഴിഞ്ഞ വർഷം മുതൽ പ്രത്യേകമായി നൽകുന്നുണ്ട്. നേരത്തെ എല്ലാം കൂടി 8 രൂപ വരെ നൽകിയിരുന്ന സ്ഥാനത്താണ് കഴിഞ്ഞ വർഷം മുതൽ ഇത്തരമൊരു ക്രമീകരണം ചെയ്തത്. ഇപ്പോൾ മെനു പരിഷ്കരണത്തിലൂടെ പ്രധാനാധ്യാപകരെ വീണ്ടും കടക്കണിയിലേക്ക് തള്ളിയിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് അധ്യാപക സംഘടനകൾ കുറ്റപ്പെടുത്തി. PTA പൊതുജന പങ്കാളിത്തത്തോടെയുമാണ് പദ്ധതി നടപ്പാക്കണം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പക്ഷം. നേരത്തെ പ്രധാന അധ്യാപകർക്ക് അഡ്വാൻസായി നൽകിയിരുന്ന തുക പിന്നീട് ചെലവെഴുതി നൽകുമ്പോൾ നൽകിയാൽ മതിയെന്നായി. പിന്നീട് ഇത് മാസങ്ങൾ കഴിഞ്ഞ് ലഭിക്കുന്ന രീതിയിലേക്ക് മാറി. മതിയായ ഫണ്ട് ലഭിക്കാതെയും പരിമിതമായി അനുവദിച്ചിട്ടുള്ള ഫണ്ട് മാസങ്ങൾ വൈകി ലഭിക്കുന്നതിന്റെ കടബാധ്യതയും മൂലം പ്രധാനാധ്യാപകർ നിരാശയിലായി. പാചക തൊഴിലാളികളുടെ ശമ്പളവും കൃത്യമായി നൽകാതായതോടെ അവരും പട്ടിണിയിലായി. സ്കൂൾ ഉച്ചഭക്ഷണ തുകയിൽ 60% കേന്ദ്രവിഹിതവും 40% സംസ്ഥാനത്തിന്റേതുമാണ്. കേന്ദ്രവിഹിതം കൃത്യമായി ലഭിക്കുന്നില്ലെന്ന കാരണത്താലാണ് സംസ്ഥാന സർക്കാർ പണം നൽകാതിരുന്നത്. കേന്ദ്രത്തിന് കൃത്യമായ കണക്കുകൾ സംസ്ഥാനം നൽകാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് ഫണ്ട് ലഭിക്കാൻ തടസ്സമുണ്ടായതെന്ന് കേന്ദ്ര സർക്കാരും ന്യായീകരിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, കേരള പ്രണാമം.